ശനിദോഷം മാറുന്നതിന് ശാസ്താവിനെ പൂജിക്കുന്നത് പോലെ തന്നെ ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും ആരാധിക്കുന്നവർക്കും ശനിദോഷം വരില്ല. ഇതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു ദിവസം ശനിദേവൻ ഒരു വൃദ്ധബ്രാഹ്മണൻ്റെ രൂപത്തിൽ ഗണപതി ഭഗവാന്റെ സമീപത്തെത്തി. ശനി ഭഗവാൻ തന്നെ ഗ്രസിക്കാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, തൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. പക്ഷേ താങ്കൾ പറയുന്നത് സത്യമാണോ എന്നറിയാൻ വലത് കൈ നീട്ടു. ഇത് കേട്ട ശനീശ്വരൻ തൻ്റെ വലത് കൈ നീട്ടി. ഇതിൽ ഭഗവാൻ നാളെ എന്നെഴുതി. തന്നോട് നാളെ വരാനാണ് പറഞ്ഞതെന്ന് കരുതി അദ്ദേഹം തിരികെ പോയി. പിറ്റേ ദിവസം വന്നു. ഇത് കണ്ട ഭഗവാൻ പറഞ്ഞു, താങ്കളുടെ വലത് കൈയിൽ എഴുതിയിരിക്കുന്നു നാളെ എന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. ശ്രേഷ്ഠന്മാർ പറഞ്ഞാൽ വാക്കുമാറില്ല. പോയി നാളെ വരൂ. വിഷമത്തോടെ തിരികെ പോകുന്ന ശനീശ്വരനെ കണ്ട് ഹനുമാൻ സ്വാമി ചിരിച്ചു. ദേഷ്യവും അവമാനവും കൊണ്ട് ചുവന്ന ശനീശ്വരൻ തൻ്റെ കാലദണ്ഡ് എടുത്തു നോക്കി. അതിൽ ഹനുമാൻ സ്വാമിക്ക് ശനിദശയാണെന്ന് മനസ്സിലാക്കി. സ്വാമിയുടെ കാലചക്രത്തിൽ പ്രവേശിക്കാനടുത്തു. അടുത്തെത്തിയതും ഹനുമാൻ ഗർജിച്ചുകൊണ്ട് ആകാശത്തോളം വളർന്നു. ശനീശ്വരൻ്റെ തലമുടിയിൽ പിടിച്ചുയർത്തി. ആകാശത്തും ഭൂമിയിലുമല്ലാതെ നിന്ന ശനീശ്വരൻ വേദന കൊണ്ട് പുളഞ്ഞു. തന്നെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഹനുമാൻ സ്വാമി തന്നെയും ഗണപതി ഭഗവാനെയും ശാസ്താവിനെയും മാത്രമല്ല, രാമമന്ത്രം ജപിക്കുന്നവരെയും തങ്ങളെ ആരാധിക്കുന്നവരെയും ശനിദോഷം ബാധിക്കില്ല എന്ന സത്യം ജയിപ്പിച്ചിട്ടാണ് മോചിപ്പിച്ചത്. അതിനാൽ ശനിദോഷം കഠിനമായിട്ടുള്ളവർ ഹനുമാൻ സ്വാമിയെ പൂജിച്ചാൽ ശനിയുടെ കാഠിന്യം കുറഞ്ഞിരിക്കും. ഹരേ രാമ. ഓം ശ്രീ ആഞ്ജനേയ നമഃ.